ഒരു പക്ഷേ ഇതെൻ്റെ അവസാന വീഡിയോ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്കാർക്കും കുറ്റം പറയാനും തെറ്റ് പറയാനും എന്നെ കളിയാക്കാനും ഒന്നും ഇനിയിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കിട്ടൂലാലോ. വളരെയധികം വിഷമത്തോടെ കൂടെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്താണെന്നറിയോ? പറയണോ നിങ്ങളോട്? എനിക്ക് കുറേ കാലമായി പല ഭീഷണി എന്ന് പറയുമ്പം വേണ്ട, ഭീഷണി വരാറുണ്ട്. പല പല രീതിയിൽ ഭീഷണി വരാറുണ്ട്. പേടിച്ചു പോവും ഞാൻ ഓരോരോ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത്. മനുഷ്യനല്ലേ പുള്ളേ, നിങ്ങളും ഞാനൊക്കെ മനുഷ്യനല്ലേ പുള്ളേ. ഒരാൾ ഭീഷണിപ്പെടുത്തിയാൽ നമ്മളങ്ങ് പേടിച്ചു പോവില്ലേ? ആ, ഞാൻ പേടിച്ചു പോയി. എനിക്ക് കരയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ കരയാൻ കണ്ണുനീര് വരുന്നില്ല. കണ്ണിൽ കൈ കുത്തി നോക്കി, വന്നില്ല. ഉള്ളി അരിയുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, ഒന്ന് കരയാൻ പറ്റിയിരുന്നുവെങ്കിൽ. പക്ഷെ എന്താണെന്നറിയില്ല, ഉള്ളി മുറിക്കുമ്പോൾ ഞാൻ വലിയ കരച്ചിലൊന്നും ഉണ്ടാവില്ല. ഇനി എൻ്റെ പ്രശ്നമാണോ ഉള്ളിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പം നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നാളെ തിന്നാനുള്ള യോഗം ഇല്ലെങ്കിലോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരുപാട് ഭീഷണികൾ എൻ്റെ നേരെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ നേരെ ഭീഷണിപ്പെടുത്താൻ പേടിയായതുകൊണ്ട്. ആരുടെ നേരെയാ? അരുണേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോള്. ഞാനങ്ങ് കോഴിക്കോടേക്ക് വരികയാണ്, അവളോടങ്ങ് പറഞ്ഞേക്ക് അവള് തീർന്ന്. ഒരു സ്ത്രീ അരുണിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞതാണ്, അവൾ അങ്ങ് പത്തനംതിട്ടയിൽ കോഴിക്കോടേക്ക് വരികയാണ് പോലും. എന്തിന്? എന്നെ കൊല്ലാന്. എൻ്റെ കർത്താവേ, ഇതിനെക്കാട്ടിലും വലിയത് വന്നിട്ട് ബാപ്പ പള്ളി പോയിക്ക് മോളെ. ആ, ഇതിനെക്കാട്ടും വലുത് വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയതാണ്. പിന്നെയാണോ ഈ നിസ്സാര കാര്യം? എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. ആളാരാണെന്നും എന്താണെന്നും ഏതാണെന്നൊക്കെ നമ്മളിവിടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൾ റെക്കോർഡ് സഹിതം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, പേടിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിപ്പം ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നും തവണയല്ല എൻ്റെ ഫോണിലേക്ക് നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ട്. ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിന് കഞ്ചാവ് കുടിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായി. അത് കേസ് വേറെ ആയിട്ടാണ് പോയത്. അപ്പം അതിനെ തുടർന്ന് എനിക്ക് നിരന്തരം ഇങ്ങനെ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി വരാനൊന്നും പോകുന്നില്ല. നമ്മളൊക്കെ കാഷ്വലായിട്ട് അടിക്കുന്നൊരു ടോക്കില്ലേ, തന്തക്ക് പിറന്നതാണെങ്കിൽ വന്ന് കാണിക്കേന്ന്. അതിന് പോലും പറയാൻ പറ്റാത്തൊരമ്മച്ചിയായിപ്പോയി. നമുക്കൊക്കെ റെക്കോർഡിക്കലി ഒരു തന്തയായിരിക്കും അല്ലേ? എനിക്ക് നിങ്ങൾക്കൊക്കെ റെക്കോർഡിൽ ഒരു തന്തയായിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ലടോ. റെക്കോർഡിൽ തന്നെ രണ്ട് തന്ത. അവരോട് നീ ഒറ്റ തന്തക്ക് പറഞ്ഞതാണെങ്കിൽ നീ വന്ന് കാണിക്കി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. വേണ്ട, നമുക്കൊക്കെ റെക്കോർഡിക്കലി ഒറ്റ തള്ളയാണല്ലോ ഉള്ളത് അല്ലേ? നിങ്ങൾക്കും എനിക്കൊക്കെ റെക്കോർഡിൽ നമ്മുടെ മാതാവും പിതാവും ഓരോന്നല്ലേ ഉള്ളൂ. ഇതും അങ്ങനെയല്ല. അപ്പം അങ്ങനത്തെ ഒരാളോട് ഒറ്റ തന്തക്കോ തള്ളക്കോ പിറന്നതാണെങ്കിൽ നീ വന്നിട്ട് നീ വെട്ടുകയാണെ വെട്ടിക്കോ, കുത്തുകയാണെ കുത്തിക്കോ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു നിൽക്കുക. എങ്ങനെ വരാനാ? എങ്ങനെ വരും? നിങ്ങൾ തന്നെ പറ, എങ്ങനെ വരും? ഞാൻ പല സിനിമയിലും കണ്ടിട്ടുണ്ട് ഈ അവിഹിത കൊച്ചുങ്ങളെ പലരും പലയിടത്തും ഉപേക്ഷിച്ച് പോകുന്നത്. പല സിനിമകളിലുണ്ട് അത്. അവിഹിത കുഞ്ഞുങ്ങളെ പലരും പല സ്ഥാപനങ്ങളിലും റോഡ് സൈഡിലും കവറിൽ കെട്ടിയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്, പാവം ഉണ്ടാവുമെന്ന്. പിന്നീടാണ് ചിന്തിക്കുന്നത്, ഒരു പക്ഷേ ആ അവിഹിത കുഞ്ഞിൻ്റെ അമ്മക്ക് അച്ഛൻ ഏതാണ് അല്ലെ എത്ര എണ്ണം ഉണ്ട് എന്ന് ആ കുഞ്ഞിനോട് പറയാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അല്ലേ?
ഒക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ. അങ്ങനത്തെ സിനിമകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. ആ അമ്മക്ക് പോലും പറയാൻ പറ്റുന്നില്ല ആ കൊച്ചിന് എത്ര അച്ഛന്മാരുണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ കുത്തും എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? എന്ത് കാര്യം കിട്ടും? ആർക്കോ വേണ്ടിയിട്ട് ഞാൻ വന്നാൽ മതിയോ, എന്നെ അടിച്ചാൽ മതിയോ, ഞാൻ കുത്തിയാൽ മതിയോ എന്നൊക്കെ വിളിച്ചിട്ട് ഓരോരോ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ. നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ മജീദിൻ്റെ മോളാണേ ചെയ്തിരിക്കുന്നു. കാരണം മജീദിനുണ്ടായത് മാത്രമാണ് എന്നുള്ളത് എനിക്ക് റെക്കോർഡ് എടുക്കില്ല. അല്ലാണ്ട് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഉമ്മാനോട് തന്നെ ചോദിക്കണം. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ പിതാവ് ആരാണെന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കൊക്കെ റെക്കോർഡിക്കലി അവരുടെ പിതാവ് സലീം തന്നെയാണ്. അതേപോലെ എൻ്റെ റെക്കോർഡിക്കലി എൻ്റെ പിതാവ് മജീദാണ്. അപ്പം മജീദ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ മജീദിന് ഉണ്ടായതാണെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്ത് കാണിക്കുന്നു. അതേപോലെ നിനക്കൊരു പേര് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? അരുണിനെ വിളിച്ച ആ ലേഡിക്ക് ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളുടെ മകളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണി മുഴക്കാൻ പറ്റുമോ? മുഴക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സന്തോഷമായേനെ. കാരണം അങ്ങനെയല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ? എല്ലാവർക്കും നമ്മുടെ അച്ഛനെ അമ്മയെ ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ അവരെ ചിരിച്ചു തള്ളിയൊന്നും ചെയ്യേണ്ട. പാവം, അവരുടെ വിഷമം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അതൊരു പൊൻതൂവലാക്കി കണക്കാക്കുന്ന ചിലരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചത് ഒരു പൊൻതൂവലാക്കി കണക്കാക്കുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. അവർ സ്വന്തം അച്ഛനും അമ്മയും എങ്ങനെയോ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടതായിക്കോട്ടെ, ഇനി ദത്തെടുക്കാം, അല്ലാതെ ഇനി എങ്ങനെ വേണമെങ്കിലും. നമുക്കൊരു കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുത്തു എന്ന് വെക്കുക. ആ കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ? ശരിക്കും അതിൻ്റെ അച്ഛനോടും അമ്മയോടും എന്ന് വെച്ചാൽ എടുത്ത് വളർത്തിയ മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ എടുത്തു വെച്ചിങ്ങനെ പറയുമോ, ഞാൻ അഡോപ്റ്റഡ് കുഞ്ഞാണ്, ഞാൻ അഡോപ്റ്റഡ് കുഞ്ഞാണ്, ഞാൻ അഡോപ്റ്റഡ് കുഞ്ഞാണ്? ഒരിക്കലും കൂടി പറയൂല. എന്തുകൊണ്ടാണ്? അവൾക്കെന്നും അവളുടെ അച്ഛനും അമ്മയും ആ എടുത്ത് വളർത്തിയവരാണ്. അവരെ ആയിരിക്കണം അവൾ അങ്ങനെ അച്ഛനും അമ്മയായിട്ട് കണക്കാക്കേണ്ടത്. ഇത് എല്ലാവരോടും ഞാൻ ദത്തുപുത്രിയാണ് എന്ന് പറയുമ്പോൾ എന്താ അതിലൂടെ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ അച്ഛനോടും അമ്മനോടും മാത്രമേ അവൾക്ക് സ്നേഹമുള്ളൂ. എടുത്ത് വളർത്തിയ അച്ഛനോടും അമ്മയോടും അവൾക്ക് സ്നേഹമില്ല. അവർ വെറും ഡമ്മികളാണ്. അവരോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ടോക്ക് ചെയ്യൂല. എന്നെ 35 വയസ്സുള്ളപ്പം ഇവിടുന്ന് കിട്ടിയതാണ്, 36-ാമത്തെ വയസ്സിൽ ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ പോയതാണ്, 37-ാമത്തെ വയസ്സിൽ, 35 വയസ്സല്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരച്ഛനെയും അമ്മനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയാണെങ്കിൽ നമ്മൾ തിരിച്ച് പൊന്നു പോലെ നോക്കുകയല്ലേ ചെയ്യേണ്ടത്. അവർക്ക് എന്തിൻ്റെ കേടാ നമ്മൾ വരുത്തി തീർക്കണ്ടേ? നീ ഓരോ സമയവും ഞാൻ അഡോപ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സൊന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടി? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പാവത്തുങ്ങൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള രീതിയിൽ നിന്ന് അത്രമേൽ തീറ്റി പോറ്റി ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് എവിടെയോ ചളിക്കൊണ്ട് കിടക്കേണ്ട നിന്നെ ഇത്രയൊക്കെ നല്ല ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ച് നല്ലൊരു ഫാമിലീനെ തന്ന് ഒക്കെ ഇതാക്കുമ്പോൾ പിന്നെ നീ പറയുന്നത് എന്താ? ഞാൻ അഡോപ്റ്റഡ് ആണ്. ആ തന്തനോടും തള്ളനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ആ അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്തിയാൽ കിടക്കൂലെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ്. തള്ള 4-5 ആൾക്കാർക്ക് നിരങ്ങിയത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു സന്താനം വന്നു കിട്ടത്. ആ സന്താനത്തെ റോഡിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു തന്തയുടെ സ്വഭാവമായിരിക്കില്ല ആ ചെറുത് കാണിക്കുക, 10 തന്തയുടെ സ്വഭാവം കാണിക്കണ്ടാവും. അതിലൊരു തന്തയുടെ സ്വഭാവമാണ് ഇപ്പം കാണിച്ചത്. അരുണിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയേക്ക്, ഞാൻ അങ്ങോട്ട് കൊയിലാണ്ടിക്ക് വരികയാണ്,
അവളോടങ്ങ് പറഞ്ഞേക്ക് അവളുടെ അവസാനമായിരിക്കുമെന്ന്. എടി, എൻ്റെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ ജീവൻ എടുത്ത് പോകാൻ മാത്രം ധൈര്യമൊന്നും നിനക്കില്ലടി. ഞാനിപ്പം പറയാം, വെറുതെ ചുമ്മാ തമാശക്ക് അങ്ങനെ കൂട്ടിയാൽ മതി കേട്ടോ. നീ ഒറ്റ തന്തക്ക് പിറന്നതാണെങ്കിൽ വന്ന് കാണിക്കടി. പറ്റൂലല്ലേ? കാരണം ഉണ്ടാക്കിയത് ഒരുത്തനും പോറ്റിയത് വേറൊരുത്തനും. പിന്നെ എങ്ങനെയാടി ഒറ്റ തന്തക്കാവുക അല്ലേ? അപ്പം എൻ്റെ പൊന്നാര പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒരു സ്ത്രീ നിരന്തരം എൻ്റെ പേരും വെച്ചിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. ആ സ്ത്രീ കുറേയായി എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ വീട്ടിൽ വന്നിട്ട് വെട്ടും കുത്തും ഇതാക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാ ചെയ്തിട്ട് പോകണ്ടേ? ചെയ്യുന്ന ആളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ? പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഞാൻ ഇവിടെ കൊയിലാണ്ടി സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു. പരാതി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ട് ആ സ്ത്രീയെയും വിളിക്കാൻ പോയിട്ടില്ല, അങ്ങോട്ടിട്ട് മെസ്സേജ് അയക്കാനും പോയിട്ടില്ല, ഒന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഒക്കെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പം നമ്മൾ എല്ലാം നോക്കുക, എന്താ തെളിവുകൾ നോക്കുക. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങോട്ട് എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഞാൻ അങ്ങോട്ടായിട്ട് ഒന്നിനും പോയിട്ടില്ല, ഒക്കെ ഇങ്ങോട്ടായിട്ട് വന്നത്. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പോൾ ആ മഹത് വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുക്കാൻ നോക്കിയിട്ട് പോലീസുകാർ കേസ് എടുക്കുന്നില്ല. എന്തുകൊണ്ട്? എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചത്. ഇങ്ങോട്ട് വിളിച്ച ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് തെറിയിട്ടിട്ട് പോലീസുകാർക്ക് അത് എടുക്കാനുള്ള വകുപ്പ് അവിടെ ഇല്ല. അല്ലെ ഞാൻ ആ സ്ത്രീയെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാളായിരിക്കണം. ഞാനതിന് പോവാറില്ല. ആ സ്ത്രീയെക്കുറിച്ചോ ആ സ്ത്രീയുടെ മാതാപിതാക്കളെക്കുറിച്ചോ അല്ലെ മക്കളെക്കുറിച്ചോ അപമാനിച്ച് നടക്കുന്ന ഒരാളായിരിക്കണം ഞാനതും ചെയ്യാറില്ല. എന്നെ ചെയ്യുമ്പം തിരിച്ചൊരു കൊട്ട്, ചെറുതായിട്ടൊരു കൊട്ട്, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ആ സ്ത്രീയുടെ പേര് പോലും ഞാനിവിടെ മെൻഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാ? എൻ്റെ പേരിൽ അങ്ങനെ പബ്ലിസിറ്റി കിട്ടണ്ട എന്നുള്ളതുകൊണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നതാ. ആ സ്ത്രീയുടെ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല ആൾക്കാർ. അപ്പോൾ ആ സ്ത്രീ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ ആ സ്ത്രീയുടെ അക്കൗണ്ട് പോയി എടുത്ത് നോക്കുക എല്ലാവരും. അതുകൊണ്ട് ഞാനിവിടെ പേര് പോലും മെൻഷൻ ചെയ്യാത്തത്. അല്ലാതെ പേടിച്ചിട്ടല്ല. എനിക്ക് പേര് മെൻഷൻ ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല. കാരണം ഞാനായിട്ട് അങ്ങോട്ട് പോയ കോളുകളോ ഞാനായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഞാനായിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങോട്ട് തന്നെ ആ സ്ത്രീ പേര് പറയുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ ആ സ്ത്രീ നാട് പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നെ ആരുണ്യെ നിരന്തരം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പം നമ്മളെന്തിനാണ് വെറുതെ നമ്മളുടെ ചാനലിൽ നിന്ന് മറ്റൊരാൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ കാരണം ആ സ്ത്രീ 10 പേര് അറിയണ്ട, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇങ്ങനെയും ഗതികെട്ട സ്ത്രീകളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അത്രമാത്രം അറിഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്നിട്ട് നരുണ്ണെ വിളിച്ചിട്ട് കൊയിലാണ്ടിക്ക് വരികയാണ്, അവൾ അവസാനമാണ്, അവളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കുക. ആടാ, എനിക്ക് ആഗ്രഹമുണ്ട്, അംബാനിയെ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് സാധിപ്പിച്ച് തന്നിട്ട് കൊല്ലുവോ? എടീ, ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റുമെടി, നിനക്കും എനിക്കൊക്കെ പറ്റും. പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കാൻ ഒറ്റ തന്തക്ക് തന്നെ പെറുക്കണം. അത് നീ പിറക്കാതെ പോയത് ഖേദിക്കുന്നു കുഞ്ഞെ, ഞാൻ ഖേദിക്കുന്നു. എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, എൻ്റെ അച്ഛൻ മജീദാണെന്ന്. നീയോ? വേണ്ട, പോട്ടെ, നമുക്ക് അച്ഛന്മാരെ തൊട്ട് കളിക്കണ്ട. അച്ഛന്മാരൊന്നാണോ രണ്ടാണോ നമുക്ക് അമ്മമാരോടെ ചോദിക്കാൻ പറ്റുള്ളൂ. വേണ്ട, അമ്മ ഏതായാലും ഒന്നല്ലേ ഉണ്ടാവും. ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, എൻ്റെ അമ്മയുടെ പേര് സോഫിയ എന്നാ. അതേപോലെ ഒന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്യണേ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ആ സ്ത്രീയുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോയും കാണാറുണ്ട് എന്നുള്ള എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആളാരാണെന്ന്. അപ്പം ആ ചാച്ചി ഇവിടെ വന്നിട്ട് എന്നെ വെട്ടു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോടുകൂടി പറഞ്ഞേക്കാണ്, എന്നെ ഇവിടെ വന്ന് വെട്ടിയിട്ട് ആരെങ്കിലും പോയാൽ നിങ്ങൾ ആളാരാന്നറിയാൻ സ്വീപ്പാവണ്ട കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ ആളങ്ങ് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് അഭിമാനത്തോടെ വന്ന് പോവാന്ന് പറയുന്ന ആ പൂമോളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വീട്ടിൽ അറിയിച്ചിട്ട് വരണേ. ഇവിടുന്ന് ബോഡി എടുത്തുകൊണ്ട് പോകാൻ പോലീസുകാർക്ക് ഈ തെളിവിനൊക്കെ ഒരാളെ വേണം.
ഇതിൻ്റെ കൊച്ച, എൻ്റെ കൊച്ചാന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതുമില്ല. എന്ത് തന്നെ ആയാലും മോള് വാ. താത്ത അവിടെ വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി വരാനുള്ള വണ്ടിക്കൂലി ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, താത്ത ഗൂഗിൾ പേ ചെയ്ത് തരും. ഇത് വന്ന പൊന്നെ, അന്നേം കാത്ത് കണ്ണിൽ വെളിച്ചെണ്ണ, അല്ല സോറി, കണ്ണിൽ കൺമഷി തേച്ച് കുത്തിരിക്കുക. വെളിച്ചെണ്ണ ആയിരുന്നു തേച്ച്, കൺമഷിയായി പോയല്ലോ അത്. എന്തായാലും കണ്ണിൽ കൺമഷി എഴുതിയിട്ടെങ്കിലും കാത്തിരിക്കാൻ ഞാനുണ്ടല്ലോ, നിനക്കിട്ട് അതും ഇല്ലല്ലോ. ബാ മുത്തേ, ഇങ്ങ് ബാ ബാ ബാ, ഞാനിവിടെ ഉണ്ട്, സെറ്റ്. അപ്പോൾ അമ്മച്ചി വന്നിട്ട് വെട്ടിക്കൊല്ലുന്ന വീഡിയോസ് ലൈവായിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അത് നിങ്ങളെല്ലാവരും കണ്ട് കൈ കൊട്ടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.